ഇന്ന് ഒരു പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പെൻസിലൊക്കെ വയ്ക്കാൻ മേശപ്പുറത്തൊക്കെ എടുത്ത് വയ്ക്കില്ലേ? നമുക്ക് ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ? ഫസ്റ്റിൽ വേണം A4 സൈസ് പേപ്പർ. ഒരു A4 സൈസ് പേപ്പർ എടുക്കണം. ഇത് അല്പം വലുതായതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ സ്ക്വയർ പേപ്പർ ആക്കണം. സ്ക്വയർ പേപ്പറാക്കാൻ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പം നല്ല സ്ക്വയർ ആയിട്ടുണ്ട്. ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത്, ഞാനിത് ചാർട്ട് പേപ്പറിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പേപ്പർ ഷീറ്റ് പേപ്പറും അത് ഫോം ഷീറ്റൊക്കെ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറാണ് കൂടുതൽ ഉത്തമം. അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ക്രമമാണോ എന്ന് നോക്കണം. ക്രമമായിട്ട് മടക്കുക. മടക്കിയിട്ട് നമുക്കിനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അല്പം ഒന്ന് കൂട്ടി മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഇവിടെ ഒന്ന് ഡയഗണലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതേപോലെ കിന്നരിയായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്, വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്, വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്, വീണ്ടും ഈ സൈഡും അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ മടക്കി കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചാർട്ട് പേപ്പറാകുമ്പോൾ നമുക്ക് സ്കെയിലോ സിസേഴ്സ് വെച്ച് ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഇലയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഇതിങ്ങനെ തിരിച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിങ്ങനെ മുകളിലോട്ട് വരത്തക്ക രീതിയിൽ അകത്തോട്ട് കയറ്റി മടക്കി കൊടുക്കാം. ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൊരു കിന്നരി പോലെയൊക്കെ വരും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് നമുക്കതിനെ ഒന്ന് സ്റ്റാപ്ലർ പിന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ പിന്ന് വെച്ച് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റാപ്ലർ പിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതിനൊന്ന് ആദ്യം ഇതിനെ ഒന്ന് ക്ലിപ്പ് ചെയ്യാം. ഇതിന് ഇങ്ങനെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം.
നേരെ മധ്യഭാഗത്ത് ഈ മടക്ക് വരുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. അത് മേശപ്പുറത്ത് വെച്ചാലും ഉറച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് താഴെ തന്നെ ആദ്യം ഒന്ന് ക്ലിപ്പ് കൊടുക്കണം. ഈ മുകൾ വശത്തും കൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മറുവശം കറക്റ്റായിട്ട് ഫ്ലോറിൽ ഇരുന്നില്ലെങ്കിൽ നമ്മൾ അല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇപ്പം ഫ്ലോറിലിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്തൊരു ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിന് അടിവശം ഒന്ന് വരച്ചു കൊടുക്കണം. കാർഡ്ബോർഡ് ആയിരുന്നാലും കുഴപ്പമില്ല. പെൻസിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. അല്പം ഒന്ന് ഈ ദൂരക്കൂടെ വരച്ചു കൊടുത്താൽ മതി. നമുക്കത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം ഒന്ന് വീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിപ്പം ആവുന്നുണ്ട്. ഇനി അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കണക്കാവുന്ന രീതിയിൽ നമ്മൾ അടിവശത്ത് ഓരോ വരകളിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഗം സൂപ്പർ ഫെവിക്വിക്ക് വേണ്ട, ഫെവിക്കോൾ മതി. ഫെവിക്കോളൊക്കെ വെച്ച് നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്വിക്കായിരുന്നാലും ഫെവിക്വിക്കാണ് ഏറ്റവും എളുപ്പം ഒട്ടുന്നത്. ഇങ്ങനെയുള്ള സ്റ്റിക്കിനെ നമുക്ക് ഫെവിക്വിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. അല്പം ബാലൻസ് ഇട്ട് വെച്ച് വേണം കട്ട് ചെയ്യാൻ. വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ടാണെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ അകത്തോട്ടാണെങ്കിലും നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അത് ഇനി നമ്മൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫെവിക്കോൾ എടുക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഗമ്മായി പോയാൽ നമുക്ക് ഒട്ടിയെടുക്കാൻ താമസമാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗം തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇനി ഉടനെ തന്നെ ഇപ്പോൾ ഒന്ന് നല്ലപോലെ അടച്ചു വയ്ക്കേണ്ടതുണ്ട്. ഇനി നമുക്കതിന് പുറത്ത് വെച്ച് കൊടുക്കാം. വച്ചിട്ട് നമ്മൾ ആ പേപ്പറിനെ മടക്കി ഇതിലോട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ എടുത്ത് എല്ലാ സൈഡും ഉള്ളിലോട്ടാക്കി ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ടിലൽപ്പം നീക്കി ഒട്ടിച്ചു കൊടുത്താലും മതി. നമ്മുടെ കിന്നരി വെച്ചിരിക്കുന്നിടത്ത് കുറച്ച് അല്പം അകലം വിട്ട് ഒട്ടിക്കണം. അപ്പോൾ അത് മറയില്ല.
എല്ലാ സൈഡും ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുന്നു. എളുപ്പമാണ് മതി, നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് പെൻസിലിടാം, പെന്ന് വയ്ക്കാം. പെന്ന് എന്ത് വേണോ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. വലിയ പേപ്പറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നേരം നമുക്ക് നമ്മുടെ സ്റ്റേഷനറീസൊക്കെ ഇതിൽ വയ്ക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്.